ഈ ജഡ്ജ്മെൻറ്റിനെ മാക്സിമം ആംപ്ലിഫൈ ചെയ്തിട്ട് പോയ ഗ്ലോറി തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അറിയില്ല എത്രമാത്രം ഇപ്പോൾ പലരും പറയുന്നുണ്ട് മര്യാദയ്ക്ക് കേസ് അന്വേഷിച്ചില്ല, പ്രോസിക്യൂഷൻ ഫെയിലിയറാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമുക്കതറിയാം അതല്ല കാര്യമെന്ന്. അവിടെ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ, അന്വേഷണം പ്രോപ്പർ ആയിരുന്നോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് വെരി പ്രോപ്പർ, ഈ കോടതി എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അവരതിന് വളരെ പോസിറ്റീവായിട്ട് ആ എവിഡൻസസിനെ അവർ എൻഗേജ് ചെയ്യുകയും അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് സ്ട്രോങ് ആയിരുന്നു, ഇത് വീക്കായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് അവരെല്ലാം എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ടേബിളിൽ നിന്ന്. കാരണം ചെയ്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ, കോൺസ്പയർ ചെയ്ത ആൾക്കാരെ മുഴുവൻ അവർ വിട്ടിരിക്കുകയാണ്. അപ്പം കൺസിഡറിങ് ഓൾ ദീസ്, ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലീസ് ഒരു കമൻഡബിൾ ജോബാണ് ചെയ്തിരിക്കുന്നത്. അവർ ഇതിലും നല്ല വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരുന്നു. ഇവർക്ക് ലൂസ് എൻഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന ഈ മാഡം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. ആ ലൂസ് എൻഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ടൈ ഡൗൺ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇവിടെയുള്ള എവിഡൻസസ് സ്ട്രോങ് ഇനഫ് അല്ല, അതിൻ്റെ അകത്ത് കഴമ്പില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവിടെ പലരും കൊടുക്കുന്നത്, ഇപ്പം ചില ആൾക്കാരൊക്കെ വീഡിയോ വെച്ചിട്ട് തുടരാൻ ഈ ജഡ്ജ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ജഡ്ജ്മെൻറ്റിനെ മാക്സിമം ആംപ്ലിഫൈ ചെയ്തിട്ട് പോയ ഗ്ലോറി തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു കൺവിക്ഷൻ എനിക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഈ ജഡ്ജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.